വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വരട്ടെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നമുക്കിന്നൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കാം. എനിക്ക് ഈ ഒരു പർപ്പസ് ഞാൻ ഈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു മിനി ജേർണലിംഗ് നോട്ട്ബുക്കായിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ പർപ്പസ്. അപ്പം നിങ്ങൾക്ക് പലരും പഠിക്കുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്താ പറയുക, സ്റ്റഡി നോട്ട്ബുക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്കൂളിൽ കൊണ്ടുപോകാം, കോളേജസിൽ കൊണ്ടുപോകാൻ നോട്ട്ബുക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ തന്നെ ആ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കോളേജിലും സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ തന്നെ ചെയ്തെടുത്തൊരു കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതായത് ഔട്ട്പുട്ട് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും ഭയങ്കര വലുതാണ് അല്ലേ. നമുക്ക് ഇങ്ങനെ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കി നോക്കാം. ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കൊരു മിനി ജേർണലിംഗ് നോട്ട്ബുക്ക് ഉണ്ടാക്കണം. അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കവർ പേജ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്താണോ നിങ്ങൾക്ക് ഡിസൈനൊക്കെ വേണ്ടത് അതൊക്കെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ട് ഏത് സൈസാണോ വേണ്ടത് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഗ്ലൂ ചെയ്ത് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം എന്താ പറയുക, ഒരു കളർ പേജ് ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് കവർ പേജ് കൊടുത്ത ആ ഒരു ഇതിൽ തന്നെ സൈഡ് കളർ കൊടുക്കുക ആ ഒരു പേപ്പറിന്. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ പിങ്ക് തീം എടുക്കുന്നതുകൊണ്ടിട്ടാണ് ആ ഒരു സെൻറ്റർ പോർഷനിൽ പിങ്ക് കൊടുക്കുന്നത്. കാരണം ആ ഒരു സെൻറ്റർ ഭാഗം പുറത്ത് കാണുന്നൊരു ഭാഗമാണ്, അതുകൊണ്ടിട്ടാണ് ആ ഒരു പിങ്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താ പറയുക, പേപ്പർ തുന്നിയിട്ട് ബുക്കായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം എനിക്കിതാണ് ഇച്ചിരി കൂടെ ഈസി വേ, അതുകൊണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഞാൻ 2 കോർണറിലും ഗോൾഡൻ കളർ പെയിൻറ്റ് കൊണ്ടിട്ട് ഡോട്ട് ഡോട്ടായിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇച്ചിരി കൂടെ ബ്ലാങ്ക് ആയിട്ട് ആ വൈറ്റ് സ്പേസ് ഒന്ന് തോന്നിയത് കൊണ്ടിട്ട് ഒന്ന് പിങ്ക് കളർ ഒന്ന് കൊടുത്തൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് പറയാം.